വെൽക്കം ബാക്ക് ടു ബ്രാൻഡ് ന്യൂ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് സുഖമെന്ന് പ്രതീക്ഷിക്കുന്ന നമ്മുടെ പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അത് ഞാൻ ചെയ്യുന്ന വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. ഇവിടെ നിങ്ങൾ ഈ പ്ലേ അൺഇൻസ്റ്റാളിൻ്റെ ഭാഗത്തല്ല, ഈ പ്ലേയിൻ്റെ ബ്ലൂ ഭാഗം കണ്ടോ, അവിടെ ഒന്നും വന്നിട്ടില്ല. ഈ അൺഇൻസ്റ്റാളിൻ്റെ ഭാഗം കണ്ടോ, അവിടെ ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ആ അപ്ഡേറ്റ് ഓപ്ഷൻ നിൽക്കുമ്പോൾ അപ്ഡേറ്റ് ആവും. അപ്ഡേറ്റ് ചെയ്തിട്ട് ഫുള്ളാവുമ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഗ്രേ കളർ കറങ്ങി ആ ഗ്രേ കളറൊക്കെ മാറിക്കഴിയുമ്പോൾ ഇതുപോലെ ആ അപ്ഡേറ്റിൻ്റെ ഭാഗത്ത് തിരിച്ച് അൺഇൻസ്റ്റാൾ വന്നിട്ട് പ്ലേ വരും. എന്നിട്ട് അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അപ്ഡേറ്റ് ചെയ്താലേ ഇങ്ങനെ കിട്ടും. അപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇത് വരും. ഒരു പോളി സ്ക്രീൻ ഇല്ലയോ, നമ്മളെ ക്രിസ്മസിന് വന്ന അപ്ഡേറ്റാണ്. ഞാൻ ഇന്നലെ കാണുന്നത് ക്രിസ്മസിന് വന്ന ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. ക്രിസ്മസിന് അന്ന് 2024 ക്രിസ്മസ് അപ്ഡേറ്റ് വന്നിട്ട് ഇതുവരെ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടില്ല. അതെപ്പോഴും നമ്മൾ ക്രിസ്മസിന് അപ്ഡേറ്റ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടത്തില്ല, നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്തവർക്ക് കിട്ടും. പുതിയ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. റിച്ച് ഇല്ലാത്തവർക്ക് റിച്ച് കാണത്തില്ല. ഞാൻ റിച്ച് അൺലോക്ക് ചെയ്തു. പക്ഷേ ഇത് റിച്ച് ഇല്ലാത്തവർക്കും റിച്ച് കിട്ടത്തില്ല. പക്ഷേ ഈ അപ്ഡേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ കിട്ടും. അപ്ഡേറ്റ് ചെയ്ത ക്രിസ്മസ് ചെയ്യുന്നുണ്ട്. റിച്ച് ഇല്ലാലും അപ്ഡേറ്റ് ചെയ്യണം. ഈ അപ്ഡേറ്റ് റിച്ചുമായിട്ടൊരു ബന്ധവും ഇല്ല. കാരണം റിച്ച് ഇല്ലാത്തവർ അപ്ഡേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടും. ഫസ്റ്റ് സേവ് ഗെയിം എല്ലാവർക്കും അറിയാമല്ലോ, അത് മുമ്പേ ഉള്ളതാണ്. പക്ഷെ ടി വി കാണാൻ പറ്റും. ഇങ്ങനെ ഒരു ചാനൽ കിടക്കണം. നമ്മൾ വാച്ച് ടി വി വെക്കണം യെല്ലോ കളറിൻ്റെ. ഇവിടെ റിമോട്ട് വോളിയം കൂട്ടാനും കുറയ്ക്കാനും നല്ല കേസ്. വോളിയം കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് പറ്റില്ല കേസ്. പക്ഷെ ചാനൽ മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞ ചാനലായിരിക്കും. നിങ്ങളെല്ലാവരും അറിയാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചാനൽ മാറ്റാം, കൺട്രോൾ ചെയ്യാം. നോർത്ത് പോളിലെ കാര്യങ്ങൾ, നോർത്ത് പോളും ട്രെയിനൊക്കെ വന്നിട്ടുണ്ട് ഈ അപ്ഡേറ്റ്. ഇത്രയും ചാനലുകളേ ഉള്ളൂ. പിന്നെ ഇത് ഓഫൊക്കെ ചെയ്ത് നോക്കാം. വേണമെങ്കിൽ ഓൺ ചെയ്തിട്ടും പോവും. അപ്പോൾ ഗൈസ് നമുക്കങ്ങ് പോവാം. ഓൺ ചെയ്തും പോവാം. അത് നിങ്ങളിഷ്ടം. ഓൺ ചെയ്തിട്ട് ഓഫ് ചെയ്തു നമ്മൾ ഓഫ് ചെയ്യാം. പക്ഷെ മര്യാദ പാലിക്കണം. ഇറങ്ങാം. വാതിലങ്ങോട്ട് തുറക്കാം. പ്ലീസ് നമുക്ക് വാതിൽ തുറക്കാം. പടക്കം ഞാൻ സൂപ്പർ ഹോട്ട് സ്പ്ലാഷ് എന്ന് പറഞ്ഞാൽ ചീത്തടിച്ചിട്ട് പടക്കം പൊട്ടിക്കുകയാണ്. പടക്കമൊക്കെ പണ്ട് തൊട്ടേ ഉണ്ട്. പക്ഷെ വീടിൻ്റെ അടുത്ത് പടക്കം ഇപ്പോഴാണ്. പടക്കം പണ്ട് തൊട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫയർ ക്രാക്കറിൻ്റെ അടുത്ത് നിങ്ങൾക്ക് പടക്കം കിട്ടും. പക്ഷേ വീടിൻ്റെ മുറ്റത്ത് കിട്ടത്തില്ല. ഇതിപ്പോൾ മുറ്റത്ത് കിട്ടും. മറ്റേ സ്പാൻ അടിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളടത്ത് കഴിക്കാം. ഇത് സ്പാൻ അടിക്കുമ്പോഴേ കിട്ടും, വീടിൻ്റെ മുറ്റത്തും കിട്ടും. ഇന്നാണ് ഈ അപ്ഡേറ്റ് പോയി കാണുമല്ലയോ. നമ്മൾ നേരത്തെ ഇങ്ങനെ പറപ്പിച്ചൊക്കെ വിട്ടായിരുന്നല്ലോ ഞാൻ പണ്ട്. അത് നടക്കുന്നില്ല. പുതിയ അപ്ഡേറ്റ് അത് പോയി. നമുക്ക് ട്രെയിനൊക്കെ വന്നേ. ട്രെയിനിൽ ചെറിയൊരു നോർത്ത് പോൾ വീട്ടിലൊക്കെ പോയിട്ട് വരാം. ട്രെയിനിൽ പോകണമെങ്കിൽ 100 രൂപ കൊടുക്കണം. നമ്മൾ നോർത്ത് പോളിൽ ചെന്നിട്ട് സാൻഡയുടെ ഒപ്പം മിഷൻ ചെയ്യും. നമുക്ക് നമ്മുടെ ആ ചാടിനെ ഒന്ന് കണ്ടിട്ട് വരാം. ചാട് ഒന്ന് കണ്ടിട്ട് വരാം. ചാട് എങ്ങനെയായിരുന്നു ഇങ്ങോട്ടൊക്കെ ചാടിയിട്ട് മൂൺ ഗ്രാവിറ്റി അടിച്ചിട്ട്. ഗായ്സ് നമ്മൾ അവിടുത്തെ പൈസ കളക്ട് ചെയ്ത് ഗ്രനേഡ് എറിഞ്ഞ് നോക്കിയിട്ട് അവനൊന്നും പറ്റിയില്ല. ചാട് സ്റ്റെയിൽ ആൻഡ് സ്റ്റീൽ സാധനം. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിന് ഒരു പോയോ നേരത്തെ സംഭവിക്കലോ.
കണ്ടോ ഈ സാധനം തീരെ കണ്ടിരിക്കുന്നത് മുൻഗ്രാവിറ്റി ആയിട്ട് എത്ര ദൂരം ചാടാം. അപ്പോൾ അത് വേണ്ട, അത് ഡിയാക്ടിവേറ്റ് ചെയ്യല്ലേ, നന്നായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. അയ്യോ എന്താ ഇടിക്കില്ലേ. എങ്കാണ്ട് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ. ഇതല്ല സ്ഥലം മറന്നുപോയാൽ ആമാ. നമുക്ക് അൺലിമിറ്റഡ് സ്നോബോൾ വന്നിട്ടുണ്ട്. ഇതെറിഞ്ഞും കൊല്ലും ആൾക്കാർ. ഇപ്പോൾ ഒരാളെ കൊന്നാണ് ഞാൻ. വന്നിട്ട് നേരെ നമ്മൾ പൊളിഞ്ഞ് റെയിൽവേ സ്റ്റേഷനൊക്കെ കാണിക്കും ഈ വീഡിയോ. എനിക്ക് ആദ്യം ഒരാളെ കൊന്നാണ് ഞാൻ. എനിക്ക് അവിടെ ആരെങ്കിലും കാണോ? ഉണ്ട്. കണ്ട അവർക്ക് പേടിയാവും പൈസ, അവർക്ക് വേദനിക്കും. നിങ്ങളൊക്കെ വിചാരിക്കുന്ന സ്നോബാൾ പറഞ്ഞാൽ വേദനിക്കത്തില്ല. അത് റിയൽ ഗെയിമിൽ വേദന എടുക്കും. അവർക്ക് ദേഷ്യം വന്നുണ്ടോ? വേദന എടുത്താലും ദേഷ്യം. എന്തൊരു തോക്ക് വെച്ചടിക്കുന്ന വെടിയൊക്കെ ചിലപ്പോഴൊക്കെ സ്റ്റാർ വരുത്തല്ല, ചിലപ്പോഴൊക്കെ വരും. No. ഈ പ്രാവശ്യം വരുന്നില്ലല്ലോ. ഇതിന് സാധാ മതി. ഓ ഗൈസ്, അത് എന്തോ പറ്റിയതാണെന്നൂടാ. റിച്ച് എടുത്തിട്ടാണ് പറഞ്ഞു. റിച്ച് എടുത്തിട്ടൊന്ന് പറഞ്ഞു നോക്കാം. റിച്ച് വെച്ചിട്ടാണ് അറിഞ്ഞു വന്നപ്പോൾ സ്റ്റാർ വന്നു. റിച്ച് വെച്ചെറിഞ്ഞു വന്ന സ്റ്റാർ വരുമല്ലോ. ഇത് ചീറ്റിങ്ങാ. മറ്റേ ജാക്ക് വെച്ചെറിയുമ്പോൾ സ്റ്റാർ വരത്തില്ലേ? റിച്ച് മുമ്പത്തെ കൊലയാളിയാണ്. അയ്യോ കൊലയാളിനെ മോഷ്ടിച്ചാളല്ലോ. ഇവിടെ ഞാൻ മാപ്പിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഹെലികോപ്റ്റർ. ഈ റിച്ച് ആയിട്ട് ഇവിടെയാണ് ട്രെയിൻ റെയിൽവേ സ്റ്റേഷൻ. നിങ്ങൾക്ക് വിശ്വാസം കാണത്തില്ല എന്തോ ഇവിടെ ജാക്കായിട്ട് കയറാൻ പറ്റും. നോർത്ത് പോളിൽ പോകാൻ പറ്റും. പക്ഷെ ജാക്കായിട്ട് കയറാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഞാൻ കാണിച്ചു തരാം. റിച്ചി നമ്മൾ ചായ പിടിച്ചോണ്ടിരിക്കുന്നു. ഈ സീൻ നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ കണ്ടോണ്ടിരിക്കണം. നോർത്ത് ലൈൻ എത്തി ഗൈസ്. ഇവിടെ സാന്താപ്പൂപ്പിനൊക്കെ കാണുമല്ലോ. അപ്പോൾ ഞാനിവിടെ വെച്ചായിരുന്നു എന്തുമാത്രം ദൂരെയാന്ന് നോക്കണേ. നോർത്ത് പോളിൽ നമ്മുടെ സ്ഥലം. ഞാനാ വെച്ച ഇടവേ എന്ത് കാണുന്നില്ല. നമ്മുടെ മാപ്പ് എന്ത് ഗൈസ്. ഇവിടെ വിൻലാൻഡിലോട്ടപ്പോൾ വണ്ടി പോകാൻ പറ്റും കേട്ടോ. പറയാത്തെ നമ്മുടെ ലൊക്കേഷൻ ദിസാണ്. ഇവിടെയൊക്കെ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് വെക്കുന്നത്. ഇവിടുത്തെ ഇങ്ങോട്ട് ഇത് വെച്ചൊക്കെ വെച്ചാലോ. ഇതാണ് എങ്ങനെ പോകുന്നത് ഇവര് പറഞ്ഞു തരും. മണ്ടത്തരങ്ങളുടെ ഇവിടെ പോലീസില്ല. ഇവിടെ ആൾക്കാരുണ്ടെങ്കിൽ പോലീസില്ല. ഇവിടെ ആൾക്കാരുണ്ട്, കുറച്ച് പൈസ വേണം. പോലീസില്ല ഇവിടെ. ബോംബ് വെച്ചുണ്ട്. പോലീസ് സെർച്ചിങ് ഏരിയ എന്നൊക്കെ പറയും. പക്ഷെ നോക്കിക്കൂടി പോലീസില്ല. നമ്മൾ ലക്കാണ് ഗൈസ്. അതുകൊണ്ട് തകർത്താണ് എസ്കേപ്പിംഗ്. കണ്ടോ ഗൈസ്, ആരുമേ ഇല്ല. വന്നെടുത്ത് നിൽക്കുന്ന ദൂരെ പോകുമ്പോൾ നമ്മുടെ സാന്താക്ലോസ് ഉണ്ട്. സാന്താക്ലോസ്
അങ്ങോട്ട് നടക്കാം. സാന്റാ ക്ലോസേ ഗിഫ്റ്റിന് ഹെൽപ്പ് ചെയ്യാവേ. ടോക്ക് ടു സാന്റാ എഴുതണം, അല്ലെ അവൻ കൊല്ലക്കണം. ആസെപ്റ്റ് വെക്കണം. റിജക്റ്റ് വെക്കുക സാധാരണ പോവും. ആസെപ്റ്റ് പോകുമ്പോൾ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കണം. തോറ്റ് തന്നെ നമ്മൾ വീണ്ടും വേണം. എന്തായാലും പൈസയ്ക്ക് നഷ്ടമൊന്നും വരത്തില്ല ഈ തോറ്റയിൽ. എനിക്ക് നന്നായിട്ട് കളിക്കാറുണ്ട് ഈ സാന്റയുടെ. ഭയങ്കര പാടാണ് ഈ ജയിച്ച ഗിഫ്റ്റ് തരാമെന്ന് പറയും സാറിൻ്റെ. ഇത് ഭയങ്കര പാട്. സാന്റ പോവാ, അത് ഭയങ്കര പാടാ പഠിച്ച പണിയാ. കുറച്ചൊക്കെ ഗിഫ്റ്റ് കൊടുക്കും. നമ്മുടെ പൈസയൊന്നും സാറിന് എടുക്കത്തില്ല. പക്ഷെ ടാക്സി ആണെങ്കിൽ പൈസയൊക്കെ മോഷ്ടിച്ചുള്ളൂ. അടുത്ത ജാക്കായിട്ട് നമുക്ക് വരാം. നിങ്ങൾ ശ്രദ്ധിച്ചോണല്ലോ സാന്റാ ക്ലോസിൻ്റെ ഇതിൽ നമുക്ക് പൈസ പോകത്തില്ല. ടാക്സിയിലാണെങ്കിൽ പൈസ പോകും. ജാക്കിൽ 100 രൂപ. ടാക്സിയിലാണെങ്കിൽ നമ്മളത് 30-50 രൂപ അവന്മാർ മേടിച്ചോണ്ട് പോകും. നമ്മൾ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടി 30-40 രൂപ. നമ്മൾ വിട്ടില്ല, ആ തരുന്ന സമയത്ത് വിട്ടില്ല പൈസ കിട്ടും. പക്ഷെ സാന്റാ ക്ലോസ് കൊടുക്കത്തില്ല. അയ്യോ നമ്മളെത്തി. ഇവിടെ ജാക്കിനും വീട്ടിൽ ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് ജാക്കിൻ്റെ ഇവിടെ ബോംബിടാം. ഇവിടെയും കൊന്നു കഴിഞ്ഞാൽ ഓടിച്ചങ്ങ് തുറക്കും. പൈസ അമ്മ ജാക്കിന് മാത്രമല്ല മറ്റേ റിച്ചിക്കും പൈസ കിട്ടും. ചിലപ്പോൾ ഇവർക്കൊക്കെ പൈസ കിട്ടും. കാരണം ചിലവയുടെ പൈസ ഈസി ആയിട്ട് വാങ്ങിച്ചു അവിടെ തന്നെ നിന്ന് ജാക്ക് സാന്റയുടെ ടോക്കി പിന്നെ നെറ്റ് ഇല്ലാതെ പറ്റും. നെറ്റ് ഓൺ ചെയ്താലും ഇല്ലെങ്കിലും പറ്റും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ബൈ ബൈ.